തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ആരാ നിന്നെ ഈ ജോലിക്ക് വെച്ചത്? അവന്റെ പേര് മേഘനാഥൻ എന്നാണോ? നിന്റെ ഫോൺ കോളുകളെല്ലാം ഞങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. നീ ആരാ? നിനക്ക് മേഘനായിട്ട് എന്താ ബന്ധം? എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. മേഘൻ സാർ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ജോലി ഏറ്റെടുത്തത്. താൻ മേഘന്റെ സ്വഭാവം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സാഗറിനെ നമ്മുടെ കമ്പനിയിലേക്ക് കടത്തിവിട്ടത് അവനാണെന്ന് എനിക്ക് നിഷ്പ്രയാസം കണ്ടെത്താൻ പറ്റുമായിരുന്നു. സാരമല്ല, ഇപ്പൊ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ. ഇനി അവനുള്ള മറുപടി നേരിട്ടാ കൊടുക്കേണ്ടത്. താനും വരണം. എന്താ രണ്ടാളും കൂടെ? അമ്മാവന്റെ മോനെവിടെ? എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന അവളുടെ മുറച്ചെറുക്കൻ എവിടെയെന്ന്? അവനിവിടെ ഉണ്ടായിട്ട് ഇല്ലാന്ന് പറയാൻ നോക്കരുത്. വാടാ, നീ വാ. എന്താ കണ്ണ? ഒന്നുമില്ലടാ, നീ ഒന്ന് കുനിഞ്ഞെന്നേ. നിനക്ക് 6 അടിക്ക് മുകളിൽ പൊക്കമുണ്ട്. അതുകൊണ്ട് ശരിക്ക് കുനിയേണ്ടി വരും എന്റെ മുഖത്തിനൊപ്പം എത്താൻ. എന്താ കണ്ണ? അത് നിന്റെ വലത്തെ കവളിൽ ഒരു മറുകുണ്ട്, അതൊന്ന് നോക്കാനാ. മറുകോ? എന്ത് മറുക്? നീ ഒന്ന് കുനിയടാ. എന്താ കണ്ണ? നീ എന്തിനാണ് കണ്ണ അവനെ തല്ലിയത്? തല്ലിയത് എന്തിനാണെന്ന് ഇവനറിയാം. ഞങ്ങളുടെ കല്യാണം നടന്ന അന്ന് മുതൽ തുടങ്ങിയതാ ഇവന്റെ ഒളിച്ചുകളി. കല്യാണത്തിന്റെ അന്ന് ഒരൊറ്റ ഫോട്ടോയിൽ പോലും ഇവൻ പോസ് ചെയ്തില്ല. വീഡിയോയിൽ ഇവന്റെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല. അതിനുശേഷം ഒരൊറ്റ ദിവസം പോലും ഇവൻ ഇയാൾക്ക് മുഖം കൊടുത്തിട്ടില്ല. വിരുന്നിന് വന്നപ്പോ ഷേവിംഗ് ക്രീം കൊണ്ട് മുഖം പതപ്പിച്ച് ആള് തിരിച്ചറിയാൻ കഴിയാത്ത വിധവാ ഇവൻ വന്നു നിന്നത്. അതിനുശേഷം ഇവനെ കാണാൻ വേണ്ടിയിട്ട് പലതവണ ഇയാൾ ഇവിടെ വന്നു. അപ്പോഴൊക്കെ ഇവൻ ഇയാളെ മറിഞ്ഞു നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എനിക്കുണ്ടാകേണ്ട ആക്സിഡന്റിൽ ഇവൻ പെട്ടുപോയപ്പോ ഇവനോട് സഹതാപം തോന്നിയിട്ട് ഇവനെ ഒന്ന് കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്കും അതിനുശേഷം ഇവിടേക്കും മഹി വന്നു. അപ്പോഴൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇവൻ ഇയാളുടെ മുന്നിലേക്ക് വരാതിരിക്കാൻ പരമാവധി ഇയാളെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. അന്നൊക്കെ അതിനുള്ള കാരണം താൻ എന്താ പറഞ്ഞത്? ഞാൻ കൊള്ളരുതാത്ത പെണ്ണാണെന്നല്ലേ? എന്നോട് താനാണോ അതോ തന്നോട് ഞാനാണോ വൃത്തികേട് കാണിച്ചത്? എന്താണ് നീ ഒന്നും പറയാത്തെ? നിന്റെ ഭാര്യ ഓരോ കള്ളക്കഥകളും മെനഞ്ഞോണ്ട് വന്നാല് നീ അതല്ലേ വിശ്വസിക്കത്തുള്ളൂ. പിന്നെ എവനൊന്നും മിണ്ടാതെ നിൽക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നവനല്ല അമ്മാവന്റെ മകൻ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന കൂട്ടത്തില. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാനും ഇവൻ മിടുക്കനാ. ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല.
എന്നാ ഞാനും കണ്ണേട്ടനോട് ഒന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല, നടന്നതേ പറഞ്ഞിട്ടുള്ളൂ. അതിന് മാത്രം എന്താ നടന്നത്? പറഞ്ഞു കൊടുക്കടാ എന്താ നടന്നേന്ന്. പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇയാൾക്കറിയാം എന്റെ കല്യാണത്തിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന്. കണ്ണേട്ടനിപ്പൊ ഇയാളെ തല്ലിയല്ലോ. എന്നാ അതിനു മുമ്പ് ഇതേ കവിളത്ത് ഞാൻ തല്ലിയിട്ടുണ്ട്. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോ കുറച്ച് ആഭാസന്മാർക്കൊപ്പം എന്നെ ശല്യം ചെയ്യുന്നത് ഇയാളുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഒരു ദിവസം അതിന്റെ പരിധി വിട്ടു. ഇയാൾ എന്റെ കയ്യിൽ കടന്നു പിടിച്ചതും അന്നാണ് ഞാൻ ആ കൈ വലിച്ചെടുത്ത് ഞാൻ ഇയാളുടെ കരണത്തടിച്ചത്. എന്തൊക്കെ കള്ളങ്ങളാ ഇവള് പറയുന്നത്? കണ്ണേട്ടന്റെ സ്വഭാവം ശരിക്ക് പഠിച്ചിട്ട് കണ്ണേട്ടനിൽ നിന്ന് ഞങ്ങളെ അകറ്റാനാ ഇവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിർത്തടി. മാങ്ങി പറഞ്ഞൊക്കെ കള്ളങ്ങളായിക്കോട്ടെ. എന്നാ തെറ്റിദ്ധാരണ വരുത്തി എന്നെ ഇയാളെ തമ്മിൽ വേർപിരിക്കാൻ ഒരുത്ത് നോക്കിയല്ലോ സാഗർ. അവൻ ആരുടെ സൃഷ്ടിയാടി? നീ ചോദിച്ചോ ഇവനോട്? എന്താടാ നീയൊന്നും മിണ്ടാത്തത്? സാഗറിനെ എന്റെ ഫിനാൻസിലേക്ക് കടത്തിവിട്ടത് ആരടാ? അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. എന്നാ എല്ലാം അവനറിയാം, സാഗറിന്. അതുകൊണ്ട് തന്നെ അവൻ അറിയാവുന്നതൊക്കെ ഞങ്ങൾക്ക് പകർന്നു തന്നു. ഇവന്റെ ഗണത്തിൽ പെടുത്താവുന്ന ഒരുത്തൻ തന്നെയാ സാഗർ. അവനെ ജോലിക്കായി എന്റെ കമ്പനിയിലേക്ക് വിട്ടത് എനിക്ക് ജോലി ഉണ്ടാക്കാനാ. അതായത് ഇവനൊരു സ്ഥിര രോഗം ഉണ്ടായിരുന്നല്ലോ മുമ്പൊക്കെ, പ്രണയരോഗം. അതുപോലെ തന്നെ എന്റെ ഭാര്യയെ പ്രണയിച്ച് വലയിലാക്കാൻ വേണ്ടിയിട്ടാ ഇവൻ സാഗറിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കണ്ണാ, നീ എന്തും പറഞ്ഞോ, പക്ഷെ ഞാൻ ചിന്തിക്കാത്ത കാര്യമൊന്നും പറയരുത് കേട്ടോ. നീ അതല്ലടാ, അതിനപ്പുറം ചിന്തിക്കും. എന്നിട്ട് ഓരോ തവണ സംഭവിച്ചത് ഇയാളെ എന്നീന്ന് മറച്ചു വെച്ചപ്പോ കഥകൾ വളച്ചൊടിക്കാൻ സാഗറിനോട് പറഞ്ഞത് നീയാ, നീ മാത്രമാ. അതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ അതേപടി അവൻ പറഞ്ഞതാ ഞങ്ങളോട്. നിങ്ങൾക്കൊക്കെ കണ്ണേട്ടന്റെ സ്വത്തും പണമോ വേണ്ടത്. എന്ന് എനിക്കങ്ങനെയല്ല. എനിക്ക് വേണ്ടത് എന്റെ കണ്ണേട്ടന് മാത്രം. അതുകൊണ്ട് സാഗറിനല്ല, അവനേക്കാളും 10 മടങ്ങ് സുന്ദരന്മാരായ ചെറുപ്പക്കാര് എന്റെ മുന്നിലേക്ക് വന്നാലും എന്റെ മനസ്സ് പതറിപ്പോവില്ല. കണ്ണേട്ടനൊരു കുറവുണ്ട്. ആ കുറവ് നികത്താനാ ഞാൻ കണ്ണേട്ടന്റെ ഭാര്യയായിട്ട് വന്നത്. അല്ലാതെ കണ്ണേട്ടന്റെ പോരായ്മയെ ചൂഷണം ചെയ്ത് എന്റെ സുഖവും സന്തോഷവും തേടി യാത്ര ചെയ്യുന്ന കൂട്ടത്തിലല്ല ഞാൻ. എടോ, ശരിക്കും ആർക്കാടോ ഇപ്പൊ വൈകല്യമുള്ളത്? കണ്ണേട്ടനാണോ അതോ കണ്ണേട്ടനെ എന്നെയും തമ്മിൽ വേർപിരിക്കാൻ ശ്രമിക്കുന്ന തനിക്കാണോ? ഇത് ഇവനോട് മാത്രമല്ല, ഇവനെ വളർത്തി വഷളാക്കിയ അമ്മാവനോടും അമ്മയോടും കൂടിയാ ചോദിക്കുന്നത്. നിങ്ങളുടെ മകനാണോ അതോ മരുമകനാണോ വൈകല്യമെന്ന്? നീ കേട്ടത് മുഴുവൻ അതേപടി വിഴുങ്ങല്ലേ കണ്ണാ? വിഴുങ്ങും. എന്റെ ഭാര്യയാണ് ശരി. അത് വന്ന നാൾ മുതൽ എനിക്കറിയാം. അതുകൊണ്ട് സാഗർ കഥകൾ വളച്ചൊടിച്ചപ്പോ ഞാൻ ഇയാളെ കൂടുതൽ സ്നേഹിക്കുക ചെയ്തത് മനസ്സുകൊണ്ട്. പക്ഷേ ഞാനത് പുറമെ പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രം. പിന്നെ ഇയാളോട് എനിക്കൊരു ദേഷ്യമുണ്ട്. നടന്നൊക്കെ സമയത്ത് എന്നോട് പറഞ്ഞില്ല. അവിടെ ഒരുത്തന്റെ ജോലി കളയണ്ടെന്നാ ഇയാൾ ചിന്തിച്ചത്. അതുപോലെ തന്നെ നിന്നെ കണ്ട ശേഷം നീ ചെയ്ത പ്രവൃത്തികളും ഇയാൾ എന്നോട് പറഞ്ഞില്ല. അതും നിന്റെ ഭാവി താർക്കണ്ടെന്ന് കരുതിയിട്ട് മാത്രമാ. പക്ഷേ അപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞു കണ്ണേട്ടാ, മഞ്ജുവിനെ വിട്ടുകളയണമെന്ന്. അതുകൊണ്ടാ ഇയാള് കല്യാണം നീട്ടിക്കൊണ്ടുപോയത്.
സാരി ചുറ്റി അതിന്റെ പിന്നാലെ പോകുന്ന ഒരുത്തിനൊപ്പം ഒരു പെൺകുട്ടി എങ്ങനെ ജീവിക്കേണ്ടത്? നിനക്കെന്നെ പൂർണ്ണമായിട്ടും തകർക്കാൻ ഉദ്ദേശമല്ലേ? എന്താണോ ഒരു ഭീഷണി പോലെ? അത് വേണ്ട കേട്ടോ. നീ മര്യാദരാമനാണെന്ന് കരുതിയാ നിനക്ക് ഞാൻ പല അധികാരങ്ങളും തന്നത്. മുറപ്പെണ്ണിന് നീ കെട്ടിക്കോട്ടെ എന്ന് കരുതിയത്. ഇനി മഞ്ജു നീയും തമ്മിലുള്ള വിവാഹം വേണോ വേണ്ടയോന്ന് എനിക്ക് രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ടി വരും. വീടിനകത്ത് വിഷം തുപ്പുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊപ്പം ചേർന്ന് അമ്മാവനും അമ്മായും നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ രണ്ടാക്കാനാണ് നോക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കോ. കണ്ണൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കണ്ണന്റെ ഭാര്യ മഹാലക്ഷ്മി തന്നെയായിരിക്കും. ആരെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പുറത്താക്കിയാലും ഇയാളെ മാത്രം ഞാൻ വിട്ടുകളയില്ല. മഹാലക്ഷ്മി പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളത്. എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്റെ ഭാര്യയാണെന്ന്. അതിന് മുകളിൽ ആരുമില്ല. അമ്മാവനോ രണ്ടാനമ്മയോ ആരും. അതെല്ലാവരും മനസ്സിനകത്ത് കുറിച്ചിട്ടോ. പാടോ. ഇവന്റെ മറ്റേ കവലിലൂടെ ഒന്ന് കൊടുക്കും മാമേട്ടാ. കൊടുത്തിട്ട് എന്താ പ്രയോജനം? എല്ലാം തുടച്ചില്ലടാ നീ. ഇനി മഞ്ജുവിനെ മേഘേട്ടന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടീ, അത് മഞ്ജു തീരുമാനിക്കേണ്ട കാര്യമല്ലേ? കുട്ടിക്കാലം മുതലേ അവൾക്ക് എന്റെ ജീവന്. പക്ഷേ അവളുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയാ നീ ഇപ്പൊ ചെയ്തത്. ഞാൻ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല. ഇനി അതെടുത്ത് തുടങ്ങണം. അതിനുള്ള ആരംഭം അവനും അവളും കുറിച്ച് കഴിഞ്ഞു. എന്റെ അധികാരങ്ങൾ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഒരുത്തിയുടെ വാക്ക് കേട്ട് എടുത്ത് കളഞ്ഞാല് പിന്നെ അവൻ ആ കണ്ണനും എന്റെ ശത്രുവാ. അവനെ അവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അറിഞ്ഞോ കാര്യങ്ങള്? എല്ലാവരുടെയും മുഖഭാവം കണ്ടിട്ട് അറിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. ഇവൾക്ക് ഞങ്ങളോടൊക്കെ അസൂയ. ഞങ്ങൾ എല്ലാരും നന്നായിട്ട് ജീവിക്കുന്നത് ഇവക്ക് ഇഷ്ടമല്ല. അതിനുവേണ്ടി ഓരോരോ കള്ളക്കഥകൾ ഉണ്ടാക്കുക. എന്നാണ് മേഘട്ട മോശമായിട്ട് പെരുമാറിയത്? അങ്ങനെ ഒരു സംഭവം നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് നടന്ന സംഭവം. അന്ന് ആരെങ്കിലും എന്നോട് മോശമായിട്ട് പെരുമാറിയാ അതെനിക്ക് വീട്ടിൽ വന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ അങ്ങനെ വന്ന് പറഞ്ഞാലും എനിക്കൊപ്പം നിൽക്കാൻ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നും അറിയാം. നിന്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാ ഒരിക്കലും എന്നെ ന്യായീകരിക്കില്ല. മറിച്ച് ഞാൻ വഴിപഴച്ചവളാണെന്ന് മാത്രമേ പറയൂ.
അതുകൊണ്ട് എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും അതൊക്കെ ഉള്ളിലൊതുക്കി നടക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്ക്. എന്നാൽ ഇന്ന് ഇയാളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഇവിടെ ആളുണ്ട്. എന്നിട്ടും മേഘനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പലതും മറച്ചു വെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോ സാഗർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് മേഘനാണെന്ന് തെളിവ് സഹിതം അറിഞ്ഞതിന് ശേഷം ഇയാൾ പറയാനുള്ളതൊക്കെ പറഞ്ഞത്. സാഗറിനെ പറ്റിയും മേഘനെ പറ്റിയും ഇവള് പറഞ്ഞതാണ് സത്യമെന്ന് നിനക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സാഗർ ഇയാളോട് ചെയ്തേക്കാൻ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? ഇന്നത്തെ കാലത്ത് ആടിനെ പട്ടിയാക്കാൻ പറ്റും. ഗ്രാഫിക്സ് നന്നായിട്ട് അറിയാവുന്നവർക്ക് നമ്മുടെ മുഖം മാത്രം മതി. ബാക്കി വിഷ്വൽസ് ഒക്കെ അവര് ക്രിയേറ്റ് ചെയ്തു. ഉണ്ണിയേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അതെ, എല്ലാവരും പറയുന്നതിലും കാര്യമുണ്ട്. എന്റെ ഭാര്യ പറയുന്നത് മാത്രമാണ് കെട്ടുകഥ. നിങ്ങളൊക്കെ ആ രീതിയിലാണ് ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ശരിയുടെ ഭാഗത്തെ ഞാൻ നിൽക്കൂ. മേഘന്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ, പ്രത്യേകിച്ച് ഇവന്. പക്ഷെ ഇപ്പൊ അവന് മാറ്റം ഉണ്ടാവുമെന്നാ കരുതിയത്. എന്നാൽ ഒരു മാറ്റവും ഇല്ല. ഇവൾ ഈ വീട്ടിലേക്ക് വന്ന ശേഷം ബന്ധുക്കളെ തമ്മിൽ പരസ്പരം തല്ലിക്കാനാ നോക്കുന്നത്. നീ ഇത് പറയുമ്പോഴൊക്കെ ഒരു കാര്യം ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ എപ്പോഴെങ്കിലും മേഘൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? എന്റെ ഇവന്റെ കല്യാണ ഫോട്ടോയിൽ മേഘൻ മുഖം കാണിച്ചിട്ടുണ്ടോ? ഞങ്ങൾ വിരുന്നിനും അല്ലാതെയൊക്കെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങളെ കാണുമ്പോൾ അവ ഓടി ഒളിക്കായിരുന്നു. അവന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തായിരുന്നു പറയാത്തെ? അത് ഇവളുടെ സ്വഭാവം ശരിയല്ലാത്തോണ്ട് ഇവൾക്ക് മുഖം കൊടുക്കാതെ നടക്കുവാന്നാ മേഘേട്ടൻ പറഞ്ഞത്. സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയുന്നവനാ മേഘൻ. അതുകൊണ്ട് തന്നെ അവൻ ഈ വീടിന്റെ മരുമകനാകണോ എന്ന് ഇനി രണ്ടാമതൊന്നുകൂടി എനിക്ക് ആലോചിക്കേണ്ടി വരും. ഞാനല്ലേ മേഘേട്ടനോടൊപ്പം ജീവിക്കേണ്ടത്? എനിക്കതിന് സമ്മതമാണെങ്കിൽ പിന്നെ കണ്ടിട്ടുണ്ട. നമ്മൾ ഒരമ്മയുടെ മക്കളല്ലെങ്കിലും നീ ജനിച്ച കാലം മുതലേ ദേ ഇവനെക്കാളും നിന്നെ സ്നേഹിച്ചത് ഞാനാ. ആ സ്നേഹം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് നിന്റെ ഭാവി കളയുന്ന ഒരു പ്രവൃത്തിക്കും ഞാൻ കൂട്ടുനിൽക്കില്ല. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവള് പോന്ന പോക്ക് കണ്ടില്ലേ? ഇനി മേഘേട്ടനും നീയും തമ്മിലുള്ള കല്യാണം അയാൾ നടത്താൻ സമ്മതിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതിനെന്തിനാ എനിക്ക് അയാളുടെ സമ്മതം? ഞാനും മേഘേട്ടനും ഒന്നിക്കാൻ തീരുമാനിച്ചവരാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വാശിക്ക് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിൽ നിന്ന് ഞാൻ ഇനി പിന്മാറുന്ന പ്രശ്നമില്ല. എടോ പ്രതാപ, ഒന്നുകിൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ കണ്ണൻ. രണ്ടിലൊരാളെ ഇല്ലാതാക്കാതെ നമുക്കും നമ്മുടെ മക്കൾക്കും ജീവിക്കാൻ പറ്റില്ലടോ. ഇപ്പൊ തന്നെ മഞ്ജുവിനെയും മേഘനയും തമ്മിൽ വേർപിരിക്കാനാ അവൾ നോക്കുന്നത്. അതിനൊക്കെ കണ്ണനും കൂട്ടി നിൽക്കുക. എന്റെ വാമേട്ട, ചെറുപ്പക്കാരെ പിള്ളേരാവുമ്പോ അല്പസ്വല്പം തെറ്റുകളൊക്കെ ചെയ്തെന്നിരിക്കും. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ട അവര് പിന്നാലെ പോയെന്നൊക്കെ വരും. അതിന് നമ്മളും പോയിട്ടില്ലേ എന്ന് വെച്ച് അതിങ്ങനെ കെട്ടി ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ പ്രതാപ, കണ്ണന്റെ പൾസ് മഹാലക്ഷ്മിക്കറിയാം. അവൾ അവനെ ചൂടുപിടിപ്പിച്ചോണ്ടിരിക്കുക. അതിനു വേണ്ടിട്ടാണ് കുറെ കള്ളക്കഥകൾ കെട്ടിച്ചമച്ചത്. വാമേട്ടാ,
നിങ്ങളുടെ മോൻ മഹാലക്ഷ്മിയും കണ്ണനെയും തമ്മിൽ തെറ്റിക്കാനായിട്ടാ ആ സാഗരനെ വെച്ചത്. അങ്ങനൊരു ചിന്ത വാമേട്ടന്റെ മോനുണ്ടായപ്പോ അവനേക്കാൾ നല്ലൊരു പയ്യനെ വെച്ചുകൂടായിരുന്നോ? മിടുക്കനായ ഒരു പയ്യനെ. അങ്ങനെങ്കിൽ ഇന്നിപ്പോ കണ്ണനും മഹാലക്ഷ്മിയും രണ്ടെടുത്തിരുന്നേനെ. നമ്മളെപ്പോലെ തന്നെ ആവശ്യമെങ്കിൽ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലാ എന്റെ മോൻ. എന്നാൽ അവനെ പോലെ തന്നെ നമ്മളെല്ലാവരും തോറ്റിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ മുമ്പിൽ മാത്രമാണ്. അവളെ കമലേശ്വരത്തു നിന്ന് ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്തു നോക്കിയ നമ്മള്. ഒരൊറ്റ പ്രാവശ്യം പോലും നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അതുകൊണ്ട് തന്ത്രങ്ങളൊന്നും മാറ്റിപ്പിടിക്കണം വാമേട്ട. അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തും കൂടിയാലോചിച്ച് ചെയ്യുന്നതല്ലേ പ്രതാപ നല്ലത്. എന്റെ മോനെ പോലെ എടുത്തിയാടി അബദ്ധം കാണിക്കരുത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ വാമേട്ട? ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി വാമേട്ടൻ കേൾക്കാൻ കൊതിച്ച വാർത്ത ഉടനെ തന്നെ കാതിലെത്തും. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.